എങ്ങനെയോ ചോദിച്ചും തപ്പിത്തടഞ്ഞും സൂരജ് അവൻ്റെ മുതലാളി പറഞ്ഞ വീട്ടിലെത്തി. മേലാകെ ഒരു ക്ഷീണം, കണ്ണുകൾ അറിയാതെ അടഞ്ഞു പോകുന്നു. ആ വീടിൻ്റെ താക്കോലും വാങ്ങി അവിടെ കയറിയിട്ട് വേണം ഒന്നുറങ്ങാൻ. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ യാത്രയാണ്. ആ നാട്ടിലെത്തിയപ്പോഴാണെങ്കിൽ നല്ല തണുപ്പും നാട്ടുകാരാണെങ്കിൽ അത്ര നല്ല പെരുമാറ്റവും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ വീട്ടുമുറ്റത്ത് നോക്കി, ആരെയും കാണാനില്ല. ഹലോ, ഇവിടെ ആരുമില്ലേ? അവൻ ഉറക്കെ വിളിച്ച് ചോദിച്ചു. പെട്ടെന്ന് ഒരു ചേച്ചി ഉമ്മറത്തേക്ക് നടന്നു വന്നു. ഇളം നീല നിറത്തിലുള്ള സാരിയാണ് വേഷം. ഒരു കിടിലൻ സുന്ദരി തന്നെ. ഈ കൊട്ടാരം വീട്ടിലെ തമ്പുരാട്ടിമാരുടെ കൂട്ടുചേല്. വെളുത്തിട്ടാണ്, പക്ഷെ കൂടുതൽ വെളുപ്പില്ല. ഇച്ചിരി തടിയുണ്ട്. ആകെ മൊത്തത്തിൽ ഭാര്യയാക്കി വീട്ടിൽ നിർത്താൻ പറ്റിയ സാധനം തന്നെ, അവൻ ചിന്തിച്ചു. ആ ചേച്ചി അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ചോദിച്ചു, ആരാ? മനസ്സിലായില്ല. അത് കേട്ട് അവൻ ആ ചേച്ചിയെ തന്നെ മൊത്തമായി നോക്കി. പിന്നെ പുറത്തേക്ക് ചുറ്റും നോക്കി. ഇല്ല, ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അതും ചിന്തിച്ച് അവൻ വലതുഭാഗത്തെ വേലി ചാടിത്തുള്ളിക്കൊണ്ട് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഓടിക്കേറി. ഇതൊക്കെ ഒരു അത്ഭുതം പോലെ നോക്കി നിൽക്കുമായിരുന്നു ചേച്ചി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സൂരജ് ഒരാശ്വാസത്തോടെ കുറ്റിക്കാട്ടിൽ നിന്നും പതിയിറങ്ങി വന്നു. അപ്പോഴും ആ ചേച്ചി അവനെ തന്നെ നോക്കി അവിടെ നിൽപ്പായിരുന്നു. ആരാ? മനസ്സിലായില്ല. അവരുടെ ചോദ്യം കേട്ട് അവനൊന്ന് ചിരിച്ചു. സോറി, ഇത്തിരി അത്യാവശ്യമുള്ളത് കൊണ്ട് പോയതാ. ഇത് നാരായണൻ ചേട്ടൻ്റെ വീടല്ലേ? ആ അതെ, ഏട്ടൻ കുളിക്കുക, ഇപ്പോൾ വരും, കയറിയിരിക്കട്ടോ, ഉമ്മറത്തുള്ള കസേര കാട്ടി ചേച്ചി പറഞ്ഞു. അവൻ ഒരു ചിരിയാലെ അവിടെ കയറിയിരുന്നു. അവൻ ചേച്ചിയെ തന്നെ നോക്കി ചിരിച്ചു. നാരായണൻ ചേട്ടൻ്റെ ആരാ? അവൻ്റെ ചോദ്യം. ഞാൻ ഏട്ടൻ്റെ ഭാര്യയാണ്. ഷോ, ആണോ? കണ്ടാൽ പറയില്ലാട്ടോ, മോളാണെന്നാ വിചാരിച്ചേ. അത് കേട്ട് ആ ചേച്ചി നാണത്തോടെ ചിരിച്ചു. പെട്ടെന്ന് അവരുടെ ചിരി മാഞ്ഞു. ദേ, ഏട്ടൻ വരുന്നുണ്ട് ട്ടോ, അവർ പറഞ്ഞു. ആരാ മീനാക്ഷി? ഉമ്മറത്ത് അകത്തു നിന്നും അയാളുടെ ചോദ്യം. ദേ, ഏട്ടനെ അന്വേഷിച്ച് ഒരാൾ വന്നേക്കുന്നു. അയാൾ ഉമ്മറത്തേക്ക് വന്നു. ഹാ, സൂരജാണോ? അയാളുടെ ചോദ്യം. ഹാ അതെ. വർഗീസ് മുതലാളി വിളിച്ച് പറഞ്ഞായിരുന്നു. മീനാക്ഷി, നീ ആ താക്കോലിങ്ങെടുത്തേ. ശരിയേട്ടാ. അങ്ങനെ അവർ താക്കോലുമായി വന്നു. അയാൾ ആ താക്കോല് വാങ്ങി സൂരജിന് കൊടുത്തു. താങ്ക്സ്, അപ്പോൾ ശരി, കാണാം. അവൻ ഒരു ചിരിയാലെ അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കവേ, കാണുന്ന കാര്യം സംശയമാ എന്ന് ആ ചേച്ചി അടക്കം പറയുന്നത് കേട്ടപ്പോൾ അവനെന്തോ സംശയം തോന്നി. അവൻ ഒരു ചിരിയാലെ തിരിഞ്ഞു നോക്കി. ഏയ്, അവൾ പറഞ്ഞത് കാര്യമാക്കണ്ട സൂരജ്, നാരായണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊരു തമാശ പറഞ്ഞതാട്ടോ. ആ ചേച്ചി ഒന്ന് ചിരിച്ച് ചുണ്ട് കടിച്ചുകൊണ്ട് പറഞ്ഞു. ശരി ചേച്ചി. അപ്പോൾ ചെല്ലു സൂരജ്, കുറേ ദൂരത്തു നിന്നും വന്നതല്ലേ, നല്ല ക്ഷീണം കാണും. പോയി നന്നായി കിടന്നുറങ്ങ്, എല്ലാം ശരിയാവും. അതെ, അയാൾ പറഞ്ഞതിനോട് ആ ചേച്ചിയും യോജിച്ചു. അപ്പോൾ ശരി ചേച്ചി. അതും പറഞ്ഞ് സൂരജ് ആ ചേച്ചി ഒന്നുകൂടി വീക്ഷിച്ചു. ഹോ, നല്ല കിടുക്കാച്ചി ചേച്ചി തന്നെ. എന്തായാലും ഇങ്ങേർക്ക് കിട്ടേണ്ടതല്ല ഇതിനെ, അവൻ ചിന്തിച്ചു. അവൻ ഉമ്മറത്ത് നിന്ന് ഇറങ്ങി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അവരോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടക്കവേ വീണ്ടും കേട്ടു ആ ചേച്ചിയുടെ അടക്കം പറച്ചിൽ. എന്ത് നല്ല ചുള്ളൻ ചെക്കനാ, പറഞ്ഞിട്ടെന്താ കാര്യം, ആയുസില്ലല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്കും മീനാക്ഷി, ആ ചെക്കൻ കേൾക്കും, അയാളുടെ മറുപടി. അത് കേട്ടതും അവൻ ഞെട്ടി. ഷോ, തൻ്റെ കേൾവി ശക്തിയുടെ ഒരു പവർ കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. ഈ ചേച്ചി എന്താണാവോ ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പോൾ അത് ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഈ നാടിച്ചിരി മുടയാണെന്ന് തോന്നുന്നു. താൻ എന്ത് കാര്യത്തിനാണോ വന്നത് അത് ചെയ്തിട്ട് തിരിച്ചു പോവുക, പറഞ്ഞുറപ്പിച്ച കാശ് വാങ്ങുക, അത്ര തന്നെ. അവൻ അതും ചിന്തിച്ച് നടന്നു. പെട്ടെന്ന് മുതലാളിയുടെ കോൾ വന്നു. അവൻ കോൾ എടുത്തു. ആ സൂരജെ, താക്കോൽ കിട്ടിയോ? ആ കിട്ടി മുതലാളി. ആ, ഇനി അവിടുന്ന് വലതുഭാഗത്തേക്കുള്ള റോട്ടിലോട്ട് കയറിക്കോ. ഏതേലും വണ്ടിക്ക് കൈ കാണിച്ച് പോയിക്കോ, അല്ലാതെ ആ കുഗ്രാമത്തിൽ ഓട്ടോയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ശരി മുതലാളി. അങ്ങനെ അവൻ റോഡിൽ കൂടെ നടക്കവേ ഓരോ വണ്ടിക്ക് കൈ കാട്ടി. ഒന്നും നിർത്താതെ പോകുവാണ്. നിർത്താത്തത് പോട്ടെ, ഇവന്മാരെന്തിനാണാവോ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്, അവൻ ചിന്തിച്ചു. അങ്ങനെ നടക്കവെയാണ് ഒരു ചേച്ചി സ്കൂട്ടറിൽ വരുന്നത് കണ്ടത്. ആ ചേച്ചിയെങ്കിൽ ചേച്ചി, കൈ കാണിച്ചു നോക്കാം. അവൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ കൈ കാണിച്ചതാണെങ്കിലും ആ ചേച്ചി വണ്ടി നിർത്തി അവനെ ആകെ മൊത്തമായി നോക്കി. അപ്പോഴാണ് അവന് മനസ്സിലായത് അത് മീൻ വിൽക്കുന്ന ചേച്ചിയാണെന്ന്. സ്കൂട്ടറിൻ്റെ പിൻസൈഡിൽ ഒരു ഒഴിഞ്ഞ കൊട്ട ഇരിക്കുന്നു. പിന്നെ മീനിൻ്റെ മണവും. കയറിക്കോ, പക്ഷേ ഈ മീൻ കൊട്ട മടിയിൽ വെക്കേണ്ടി വരും. പറ്റുമോ?
ഓ വെച്ചോളാം ചേച്ചി. അവൻ ഒരു ചിരിയാലെ അതും പറഞ്ഞ് വണ്ടിയിൽ കയറി. ചേച്ചി മീൻകൊട്ട അവൻ്റെ മടിയിലും വെച്ച് കൊടുത്തു. അവർ വണ്ടി വിട്ടു. അവൻ ആ ചേച്ചിയെ തന്നെ നോക്കി. മഞ്ഞ നിറത്തിലുള്ള സാരിയാണ് വേഷം. ഇച്ചിരി തടിയുണ്ട്. ഇരുനിറമാണെങ്കിലും കാണാൻ കൊള്ളാം. പിന്നെ മീനിൻ്റെ മണം. അത് പിന്നെ ഒന്ന് കുളിപ്പിച്ചെടുത്താൽ സുന്ദരി തന്നെ, അവൻ ചിന്തിച്ചു. മീനിൻ്റെ നല്ല വാട കാണും കേട്ടോ. പോയിട്ടൊന്ന് കുളിച്ചാൽ മതി, ചേച്ചി പറഞ്ഞു. അത് സാരമില്ല ചേച്ചി. താങ്ക്സ് കേട്ടോ. ഞാൻ കുറേ നേരമായി വണ്ടിക്ക് കൈ കാണിക്കുന്നു. നീ എങ്ങോട്ടേക്കാ മോനെ? ചേച്ചി ഈ കിളി വീട് ഇവിടെ അടുത്താണോ? അത് കേട്ടതും അവരൊന്ന് ഞെട്ടിയ പോലെ ചോദിച്ചു. അത് കുറച്ചങ്ങോട്ടാ. പിന്നെ കിളി വീട് അടച്ചിട്ടിരിക്കുവാണല്ലോ, അവിടെ എന്താ കാര്യം? അവിടെ അവിടെ പോയിട്ട് ഒരാഴ്ച താമസിക്കണം. പിന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ തിരിച്ചു പോകണം. അത്രയേ ഉള്ളൂ. ആണോ? അല്ല, അവിടെ തന്നെ പോയിട്ട് താമസിക്കുന്നത് എന്തിനാ? അതും അടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ. ഇവിടെ താമസിക്കാൻ വേറെ നല്ല ഇടങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് പോയിക്കൂടെ? മോൻ ഇവിടത്തെക്കാരനല്ലെന്ന് മനസ്സിലായി. ശരിക്കും ഇവിടെ എന്തെങ്കിലും പരിപാടിയുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ചേച്ചി. സത്യം പറഞ്ഞാൽ എൻ്റെ മുതലാളി പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കിളിവീടുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ചിലരുടെ കാഴ്ചപ്പാടുകളും കെട്ടുകഥകളുമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനാണ് ഞാൻ വന്നത്. അവൻ ഇച്ചിരി ഗമയോടെ അത് പറഞ്ഞത് കേട്ടപ്പോൾ ചേച്ചി ചിരിച്ചു. മോനെ, ആ വർഗീസ് മുതലാളിയല്ലേ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ആ അതെ. അങ്ങേരെ അറിയാമോ? അറിയാതെ പിന്നെ. അങ്ങേര് കുറേ കാലമായി ആ വീട് വിൽക്കാൻ നടക്കുന്നു. അത് കേട്ട് സൂരജിന് സംശയമായി. അപ്പോൾ ആ വീട് വിൽക്കാൻ വേണ്ടിയിട്ടാണോ എന്നോട് പറഞ്ഞത്? അവിടെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ഇടമാക്കണം, പിന്നെ വേറെന്തൊക്കെയോ പ്ലാൻ ഉണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞേ. ഓ പിന്നെ ഒലക്ക, ചേച്ചി ചിരിച്ചു. മോനെ, അയാളുടെ ഭാര്യയുടെ സ്വത്താണ് ആ വീട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അവിടെ ആൾതാമസമുണ്ടായിരുന്നു. പിന്നെ അടച്ചു പൂട്ടിയിട്ടിപ്പോൾ കുറേ വർഷങ്ങളായി. ആ വീടിനെ ചുറ്റിപ്പറ്റി പല കഥകളും ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ആ വർഗീസ് ആ വീട് എങ്ങനെയെങ്കിലും വിൽക്കാൻ നോക്കുക. പക്ഷെ ആരും വാങ്ങില്ല. അവിടെ പ്രേതബാധയുണ്ട്. അത് കേട്ട് സൂരജ് ചിരിച്ചു. അവൻ പറഞ്ഞു, ചേച്ചി ഒന്ന് വണ്ടി നിർത്താമോ? എന്തിനാ മോനെ? ഒരു കാര്യമുണ്ട് ചേച്ചി, പ്ലീസ്. അവർ വണ്ടി നിർത്തി. ഇപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞ് അവൻ ഇടതുഭാഗത്തുള്ള കുട്ടിക്കാട്ടിലേക്ക് ഓടിക്കയറി. പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആശ്വാസത്തോടെ പതിയിറങ്ങി വന്നു. അത് കണ്ട് ചേച്ചി ചിരിച്ചു. അത് കാലാവസ്ഥൻ്റെ ആ ചേച്ചി. ഇവിടെ നല്ല തണുപ്പല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടെ, അവൻ ഒരു ചമ്മലോടെ പറഞ്ഞു. ശരി ശരി, ചേച്ചി ചിരിച്ചു. അവൻ സ്കൂട്ടറിൽ കയറിയിരുന്നു. ചേച്ചി വണ്ടി വിട്ടു. ആ പിന്നെ ചേച്ചി, ആ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ കാര്യം മുതലാളി എന്നോട് ചെറുതായി സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതൊക്കെ പണ്ടത്തെ കെട്ടുകഥയല്ലേ ചേച്ചി. ഇന്നത്തെ കാലത്ത് എവിടുന്നാ പ്രേതം? അതൊക്കെ സിനിമയിലല്ലേ, അവൻ ഒരു ചിരിയാലെ പറഞ്ഞു. ഓരോരുത്തരുടെ വിശ്വാസം മോനെ. പണ്ടൊക്കെ ആ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് രാത്രിയിൽ പലരും വെള്ളം അടിച്ചിരുന്നു. പിന്നെ അവിടെ ഏതോ പെണ്ണിനെ കണ്ടെന്നോ ഏതോ ജീവിയെ കണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ പേടിച്ചോടി അത്രേ. പിന്നെ ഒരാൾ അറ്റാക്ക് വന്ന് മരണപ്പെടുകയും ഉണ്ടായി. ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട കഥകളാണ് കേട്ടോ. എന്തായാലും അന്ന് തൊട്ട് ഇന്ന് വരെ ആ വീടിനടുത്ത് പോലും ആരും പോകാറില്ല. അതുകൊണ്ട് തന്നെ പുതിയ കഥകളും കേൾക്കാറില്ല. എല്ലാം കേട്ട് സൂരജ് പറഞ്ഞു, ആ അതൊക്കെ വെള്ളം അടിച്ചിട്ട് അവർക്ക് തോന്നിയതാവും. എന്തായാലും ഇപ്പോൾ പ്രേതത്തെപ്പറ്റി സംസാരമൊന്നുമില്ലല്ലോ, സന്തോഷം, അവൻ ഒരു ചിരിയാലെ പറഞ്ഞു. ആ അത് ശരിയാ മോനെ. പക്ഷേ ആ വീട് വാങ്ങാനായി വരുന്നവർ അടുത്തുള്ള കടകളിലും ആളുകളോടുമൊക്കെ അന്വേഷിക്കാറുണ്ട്. എല്ലാവരും നെഗറ്റീവ് പറയും. അപ്പോൾ അവർ വീട് വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ച് തിരികെ പോകും. ഇതാണ് അവസ്ഥ. ആണോ ചേച്ചി? അല്ലെങ്കിലും ചിലർ അങ്ങനെയാണല്ലോ. എന്തെങ്കിലും നെഗറ്റീവ് കേട്ടാൽ മതി, പിന്നെ അവർ എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അവൻ പുച്ഛഭാവത്തിൽ പറഞ്ഞു. ഏയ് അതല്ല മോനെ, ആ വീടിൻ്റെ അടുത്തൂടെ ഒന്ന് പോയി നോക്കിയാൽ മതി. ആ വീട് ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ദേഹമാകെ ഒരു തളർന്ന പോലെയോ ഒരു അസ്വസ്ഥത പോലെയോ അങ്ങനെ എന്തൊക്കെയോ ഒരു മനപ്രയാസം പോലെയൊക്കെ തോന്നും. എൻ്റെ മോള് പറയുന്നത് അവിടെ എന്തോ നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ്. അവൾ വലിയ പഠിപ്പിസ്റ്റാണ്. ഇപ്പോൾ ബാംഗ്ലൂരിലാണ് ജോലി. ആണോ ചേച്ചി? അപ്പോൾ ചേച്ചിയുടെ ഭർത്താവ് ആദ്യം ഗൾഫിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്ന് പണ്ടത്തെ ജോലി തന്നെ ചെയ്യുന്നു. കടലിൽ പോയി മീൻ പിടുത്തം, ഞാൻ മീൻ വിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് കുറച്ച് ദൂരം സഞ്ചരിച്ചു. പിന്നെ ഒരു ജംഗ്ഷൻ എത്തിയപ്പോൾ ആ ചേച്ചി വണ്ടി നിർത്തി. അവൻ അവരെ നോക്കി. മോനെ, ദേ
അവിടെ ആ വലിയ വീട് കണ്ടോ? അതാണ് നീ പറഞ്ഞ വീട്. ചേച്ചി ചൂണ്ടിക്കാണിച്ച ആ വലതുഭാഗത്തെ റോഡ് സൈഡിൽ അവൻ നോക്കി. പിന്നെ മോനെ, എനിക്ക് ഈ റോഡിലാണ് പോകേണ്ടത്, അവർ ഇടതുഭാഗത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു. ശരി ചേച്ചി, വലിയ ഉപകാരം. അവൻ അതും പറഞ്ഞ് വണ്ടിയിൽ നിന്നിറങ്ങി മീൻകൊട്ട ചേച്ചിയുടെ കയ്യിൽ കൊടുത്തതും അവർ അത് വാങ്ങി വണ്ടിയിൽ വെച്ച് കയറ്റി. മോനെ, ഒരു സെൽഫി എടുത്താലോ? ഓ, അതിനെന്താ ചേച്ചി, ഈ നാട്ടിൽ ടൂർ വന്ന ആളല്ലേ ഞാൻ, അപ്പോൾ ഒരു സെലിബ്രിറ്റിയെ പോലെ ആയല്ലോ അല്ലേ ചേച്ചി? അതും പറഞ്ഞ് അവൻ പല പോസിൽ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്തു. 3-4 ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, അതല്ല മോനെ, ഇനി നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിലോ? അപ്പോൾ അത്രയും പറഞ്ഞ് ആ ചേച്ചി അവനെ നോക്കി പുഞ്ചിരിച്ചു. അത് കേട്ടപ്പോൾ അവന് വല്ലാതായി. അപ്പോൾ ശരി, നീ സൂക്ഷിക്കണം കേട്ടോ. അതും പറഞ്ഞ് ചേച്ചി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നിന്നതും പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവനെ വിളിച്ചു. എടാ മോനെ. വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. മോനെ, നിനക്ക് ഇവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ? അതിപ്പോൾ ചേച്ചി അങ്ങനെ ചോദിച്ചാൽ ഈ താക്കോൽ തന്ന നാരായണൻ ചേട്ടനെ മാത്രം അറിയാം. ഓ, അങ്ങേരുടെ വീട് ഇച്ചിരി ദൂരെയല്ലേ? എന്തായാലും അങ്ങേരൊന്നും ഒരാവശ്യത്തിനും വരാൻ പോകുന്നില്ല, കാരണം അങ്ങേര് നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മോൻ ഒരു കാര്യം ചെയ്യ്, എൻ്റെ നമ്പർ എടുത്തോ. ശരി ചേച്ചി. അങ്ങനെ അവൻ്റെ മൊബൈലിൽ ചേച്ചി പറഞ്ഞ നമ്പർ സേവ് ആക്കി. അപ്പോൾ ശരി മോനെ, ഏത് പാതിരാത്രി ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചോ. ഞാനും ഭർത്താവും വരാം കേട്ടോ. ഒരു മടിയും വിചാരിക്കണ്ട കേട്ടോ, സൂക്ഷിക്കണം. വീണ്ടും അവന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ ചേച്ചി പോയി. അവൻ ചേച്ചി പോകുന്നത് നോക്കി പുഞ്ചിരിച്ചു നിന്നു. എന്ത് നല്ല ചേച്ചി. ഷോ, പേര് ചോദിക്കാൻ മറന്നല്ലോ. ആ, പിന്നെ ചോദിക്കാം. അങ്ങനെ അതും ചിന്തിച്ച് അവൻ ആ വലതുഭാഗത്തുള്ള റോഡിലേക്ക് നടന്നു. അവിടെ അടുത്തൊന്നും ഒരു വീട് പോലുമില്ല. അപ്പുറത്തും ഇപ്പുറത്തും കാടുകൾ മൂടിക്കിടക്കുന്നു. പിന്നെ അങ്ങോട്ട് ഒരു ചെറിയ പൊട്ടിപ്പൊളിഞ്ഞ വീട് കണ്ടു. അവിടെയും മൊത്തമായി കാടുകൾ മൂടിക്കിടക്കുകയാണ്. അവൻ കിളിവീട് ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ ആ വീടിൻ്റെ മുന്നിലെത്തിയതും അവൻ അന്താളിച്ചു നോക്കി.